ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ റിലേറ്റീവ് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ അനിയത്തിയുടെ കല്യാണം നടത്തണമെന്നുള്ളത് സ്വപ്നമൊക്കെ കണ്ട് നമ്മുടെ രേവതി തിരിഞ്ഞു നോക്കുമ്പോൾ സച്ചി പുറകിൽ നിന്ന് ഇങ്ങനെ കുണുങ്ങുന്നത് കണ്ടു. അപ്പം എൻ്റെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നല്ലേ എന്ന് ചോദിച്ചു. ഞാൻ അമ്മയോട് ഫോണിൽ സംസാരിക്കുന്നത് കേട്ടായിരുന്നു എന്ന് ചോദിച്ചു. അയ്യോ ഇല്ല, ഞാൻ ഇപ്പം ഇവിടേക്ക് വന്നതേ ഉള്ളൂ എന്ന് സച്ചി അന്നേരം പറഞ്ഞു. സത്യമായിട്ട് ഞാനൊന്നും കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ സച്ചി ഇങ്ങനെ നിൽക്കുമ്പോൾ രേവതി നിന്ന് ഇങ്ങനെ കുണുങ്ങുക. എനിക്ക് സച്ചേട്ടനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് രേവതി പറയുമ്പോൾ പറ 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 രേവതി പറയാൻ പറഞ്ഞു. അത് പിന്നെ സച്ചേട്ടാ പറയാമെന്നും പറഞ്ഞു പറയാനുള്ളത് പറയാൻ പറഞ്ഞു. ഭയങ്കര ആകാംക്ഷയോടുകൂടി ഇങ്ങനെ ചെല്ലും കേട്ടോ പാവ സച്ചി. അപ്പോൾ എന്തിനാ മടിക്കുന്നത്, പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പം അത് പിന്നെ സച്ചേട്ടനെ പോലെ നല്ലൊരു കുട്ടിയെ കിട്ടിയാൽ മതിയായിരുന്നു എന്ന് രേവതി പറയുമ്പോൾ നീ കാര്യം പറ രേവതി, ഇത് കാര്യം പറയാൻ പറഞ്ഞു. അല്ലെങ്കിൽ വേണ്ട പിന്നെ പറയാമെന്ന് പറഞ്ഞു. സമയമാവട്ടെ ഞാൻ പറഞ്ഞോളാം എന്ന് രേവതി പറയുമ്പോൾ അങ്ങനെ സച്ചി പോവല്ലേ, ഒന്ന് പറഞ്ഞിട്ട് പോ, ഇപ്പോൾ പറഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. ഇപ്പോൾ പറഞ്ഞാലേ അത് ശരിയാവില്ല, കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ പറയാം സച്ചേട്ടാന്നും പറഞ്ഞുകൊണ്ട് രേവതി വീണ്ടും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങിപ്പോ. സച്ചിക്ക് പറ്റുന്നില്ല. സച്ചി ആണെങ്കിൽ നാണം കുടുങ്ങി ഇങ്ങനെ അവിടെ നിൽക്കുക, ഇവക്കടെ ഒരു കാര്യം എന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ സച്ചി ഇങ്ങനെ ചെവിയൊക്കെ ചൊറിഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് ഫോൺ എടുത്ത് ഈച്ചയെ വിളിച്ചു. എടാ സച്ചി എന്താ എടാന്ന് ചോദിച്ചു ഈച്ച. എടാ നീ പറഞ്ഞതുപോലെ രേവതി പ്രഗ്നൻ്റ് ആടാന്ന് പറഞ്ഞു. ടെസ്റ്റ് ചെയ്ത് നോക്കിയോ? അപ്പോൾ എന്തിനു ടെസ്റ്റ് ചെയ്യണം? നീ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും അവൾക്കുണ്ട്. ഓക്കാനം, ഛർദി, ക്ഷീണം തുടങ്ങിയ എല്ലാ ലക്ഷണങ്ങളും അവൾക്കുണ്ട്. അവള് ഗർഭിണിയാണ് എൻ്റെ ഈച്ചേ എന്നും പറഞ്ഞ് സച്ചി കിടന്ന് തുള്ളിച്ചാടുന്നു. അവളെ എന്നോട് ഈ കാര്യം പറയാൻ വേണ്ടി നോക്കിയതാ, പക്ഷെ പറഞ്ഞില്ലടാ. അതെന്താ? അത് പിന്നെ ഉണ്ടല്ലോ, നിന്റെ അമ്മയെ ഭയന്നിട്ടായിരിക്കും ഒരു പക്ഷെ അവൾ നിന്നോടൊന്നും പറയാത്തത്. നിന്റെ അമ്മയെ അറിഞ്ഞാലേ പ്രശ്നം ഉണ്ടാക്കും, ചിലപ്പോൾ കുഞ്ഞിനെ വരെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുമെന്ന് പറയുമ്പോൾ സച്ചിക്ക് ഭയങ്കര ഒരു പേടി. ആ ഭയം കൊണ്ടായിരിക്കും അവൾ പറയാത്തത്. അമ്മ അങ്ങനെയൊന്നും ചെയ്യത്തില്ലടാ എന്ന് പറയുമ്പം എടാ ചെയ്യില്ലായിരിക്കാം, പക്ഷേ രേവതിക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടാവില്ലേ എന്ന് ഈച്ച ചോദിച്ചു. ആദ്യം ഇങ്ങനെ ഒരു സന്തോഷ വാർത്ത തരുന്നവർക്ക് ഈ സ്വത്തെല്ലാം എഴുതി കൊടുക്കുമെന്നല്ലേ അച്ഛമ്മ പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിച്ചു. അതുകൊണ്ട് തന്നെ ശ്രുതിയോ വർഷയോ ആദ്യം പ്രഗ്നൻ്റ് ആകണമെന്നുള്ള ചിന്തയായിരിക്കും നിന്റെ അമ്മയ്ക്ക്. അതായിരിക്കും അവർ ആഗ്രഹിക്കുന്നതും. രേവതി പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നതോടെ നിന്റെ അമ്മയുടെ സമനില തെറ്റിപ്പോകുമെന്ന്, അവരെന്തെങ്കിലും ചെയ്യുമെന്നുള്ളൊരു പേടി രേവതിക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ലേടാന്ന് ചോദിക്കുമ്പോൾ അത് നീ പറഞ്ഞത് ശരിയാടാ, അമ്മയെ പേടിച്ചിട്ട് തന്നെയായിരിക്കും ഗർഭിണിയാണെന്നുള്ള കാര്യം രേവതി മറച്ചു വെക്കുന്നത് അല്ലേടാ. എന്നാലും എന്നോട് അവൾക്കത് പറഞ്ഞുകൂടായിരുന്നോടാന്ന് ചോദിക്കുമ്പോൾ നിന്നോട് പറഞ്ഞാലേ നീ ഈ വീട്ടിലുള്ള എല്ലാവരോടും പറയുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ അവൾ നിന്നോട് പറയാത്തത്. അത് ശരിയാണല്ലോ. എന്തായാലും അധികം വൈകാതെ തന്നെ അവൾ നിന്നോട് ഈ സന്തോഷം പറയൂല്ലേടാ? പറയൂടാ, പിന്നെ അങ്ങനെ പറയാതിരിക്കാൻ കഴിയൂടാ അവൾക്ക്? നീ എന്താടാ സച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ ഈ രേവതി പ്രഗ്നൻ്റ് ആണെന്നേ നീ അറിഞ്ഞ ഭാവമൊന്നും നടിച്ചേക്കരുത് കേട്ടോ, അവൾ തന്നെ നിന്നോട് പറയട്ടെ എന്ന് പറഞ്ഞു. ശരി. പിന്നെ ഭാര്യ പ്രഗ്നൻ്റ് ആയാൽ ഭർത്താവ് ആദ്യം എന്താണ് ചെയ്യുന്നതെന്നൊക്കെ നിനക്കറിയാവോ? എന്തൊന്നാടാ? എടാ നീയൊക്കെ ഒരു ഭർത്താവാണോടാ? ഇതൊക്കെ മനസ്സിലാക്കി വെക്കേണ്ടേടാന്ന് ചോദിച്ചു. അപ്പോൾ ഭാര്യ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്ന നിമിഷം അവളെ എടുത്ത് വട്ടം കറക്കണം, അത് നിനക്കറിയാമെന്ന് ചോദിച്ചു. ആണോ? പിന്നെ കുറച്ച് മധുരമൊക്കെ കൊടുക്കണം, പുറത്തൊക്കെ കൂട്ടിക്കൊണ്ടുപോയി ഒന്ന് കറങ്ങി അവൾക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവളെ സന്തോഷിപ്പിക്കാൻ പറഞ്ഞു. ശരി വാങ്ങിച്ചു കൊടുക്കാം. പിന്നെ ഒരു മസാല ദോശ അതെന്തായാലും വാങ്ങിച്ചു കൊടുക്കണമെന്ന് മറക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഇപ്പം ചെയ്താലും പോരെ, ലേറ്റായി പോയിട്ടില്ലല്ലോ. ഇപ്പം ചെയ്താലും മതി, ലേറ്റ് ആയിട്ടൊന്നും ഇല്ലടാ, നീ ചെയ്തോളാൻ പറഞ്ഞു. പിന്നെ ഉണ്ടല്ലോ എനിക്കും ചെലവ് ചെയ്യണം കേട്ടോ, അത് നീ മറന്നു പോകരുതെന്ന് പറയുമ്പം ഉറപ്പായിട്ട് നിനക്കും ചെലവ് ചെയ്യൂടാ, നിനക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാനത് വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞു സച്ചി. ശരി ഞാൻ പറഞ്ഞതൊക്കെ അത് നീ ചെയ്യ്. പിന്നെ ഒരു കാര്യമുണ്ടേ, ചെലവ് മുഖ്യം. ഇപ്പം ചെയ്തെന്ന് ചോദിച്ചാൽ മതി എന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ട് നമ്മുടെ സച്ചി രേവതിയുടെ അടുത്തേക്ക് ചെന്നു. രേവതി ഇപ്പം നടന്നു വരുക. സച്ചി ഓടിച്ചെന്ന് രേവതിയെ എടുത്ത് വട്ടം കറക്കി ഇങ്ങനെ പൊക്കുക. ഇത് എന്നെ സച്ചേട്ടി കാണിക്കുന്നത്, എനിക്ക് തല കറങ്ങുന്ന സച്ചേട്ടി, എന്നെ നിലത്ത് നിർത്ത് സച്ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് രേവതി പറയുന്നു. സച്ചി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നു. വന്ന് നിൽക്കുന്നു ചന്ദ്രമതി. ആ മുതൽ ഇതെല്ലാം മുകളിൽ നിന്ന് കാണുക കേട്ടോ. ഇത് കണ്ടപ്പോൾ പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. നാണമില്ലേ നിങ്ങൾക്ക് എന്ന് ചന്ദ്രമതി അന്നേരം ഇവരോട് ചോദിച്ചു. രേവതി നേരം നിലത്ത് നിർത്തുന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അതെ, ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് ചന്ദ്രമതി ഇവരോട് പറയണു. എന്താ നിങ്ങളുടെ ഉദ്ദേശം? അപ്പം ഞങ്ങൾക്ക് കുറേ ഉദ്ദേശങ്ങളുണ്ട്, എല്ലാം അങ്ങനെ നിങ്ങളോട് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ചന്ദ്രമതി ഒന്ന് ചമ്മി കേട്ടോ. അപ്പോൾ നമ്മൾ സച്ചി ഇപ്പം മധുരം കൊടുത്താൽ അമ്മയ്ക്ക് സംശയം തോന്നും, പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ചിന്തിക്കുക സച്ചി. അപ്പോൾ കുറച്ചെങ്കിലും നാണം വേണ്ടേ രണ്ടുപേർക്കും? അതിനായിട്ടങ്ങ് നിന്ന് കൊടുത്തോളൂ അവള്. ഇവിടെ എന്തൊക്കെ ജോലി കിടക്കുന്നുണ്ട്. അതിനിടയിൽ അവളുടെ ചെന്ന് ജോലി ചെയ്യപ്പോടി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി രേവതി അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അന്നേരം രേവതി അവിടെ നിൽക്കാൻ പറഞ്ഞു സച്ചി.
ഇതുവരെ ജോലി ചെയ്യായിരുന്നില്ലേ നീ? തൽക്കാലം നീ ജോലി ചെയ്തതു മതി. നീ പെട്ടെന്ന് റെഡി ആയിക്കേ, നമുക്ക് പുറത്തുനിന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പൊ പുറത്ത് പോകാനോ എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ അതെ, എന്തേ, പുറത്ത് പോയിക്കൂടെ ഞങ്ങൾക്ക്? രേവതി, നീ വേന്ന് പോയി റെഡി ആകാൻ പറഞ്ഞു. ഇപ്പൊ പോണോ? പോവണം. നീ പോയി റെഡി ആയിട്ട് വന്നേ, ചെല്ലാനാ പറഞ്ഞെന്ന് പറഞ്ഞ് രേവതിയെ സച്ചി നിർബന്ധിച്ച് പറഞ്ഞു വിടുന്നു. രേവതി ആണെങ്കിൽ പേടിച്ച് അങ്ങ് പോവും. ഈ മുതലിൻ്റെ അടുത്തേക്കാണ് ചെല്ലേണ്ടത്. ചന്ദ്രമതി നേരത്തിനോടെ കലികേറി ഇങ്ങനെ നിൽക്കുക. ആ സമയം സച്ചി, ഞങ്ങൾ പുറത്ത് പോകുന്നതിൽ അമ്മയ്ക്ക് വിഷമമുണ്ടല്ലേ, കുറച്ച് നേരം അമ്മ മൂലയ്ക്ക് പോയിരുന്നു കരഞ്ഞോളാൻ പറഞ്ഞു. ആ വിഷമം അങ്ങ് മാറിക്കോളൂ എന്നും പറഞ്ഞു സച്ചി ചന്ദ്രയോട്. എന്നും പറഞ്ഞു സച്ചി അവിടെ നിന്ന് അങ്ങ് പോയപ്പം ഇവനിത് എന്ത് പറ്റി, സ്നേഹം വാരിക്കോരി കൊടുക്കുകയാണല്ലോ ഇവൾക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമതിക്ക് അസുഖം മൊത്തം. ചന്ദ്രമതി എന്നിട്ട് അവിടുത്തെ ഇതൊക്കെ ഇടിച്ച് നിരത്തുന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ സച്ചി പുറത്ത് ഇങ്ങനെ നിന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രേവതി റെഡി ആയിട്ട് അങ്ങോട്ടേക്ക് വന്നു. രേവതി സ്പീഡിൽ ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ രേവതി ഓടി വരുന്നത് കണ്ടപ്പോഴേക്കും രേവതി നിൽക്ക്, നീ എന്തേ കാണിക്കുന്ന, പതുക്കെ നടക്കാൻ പറഞ്ഞു. എന്തിനാ ഞാൻ പതുക്കെ നടക്കുന്നേ? ഞാൻ എപ്പോഴും വേഗത്തിലായിരുന്നു നടക്കാറെന്ന് രേവതി ചോദിക്കുമ്പം എപ്പോഴത്തെ പോലെ അല്ലെന്നേ ഇപ്പോൾ എന്താ അതിന് പ്രത്യേകത സച്ചേട്ടാ? അതൊക്കെ ഉണ്ട്. മഴക്കാലമാണല്ലോ, വഴുക്കലൊക്കെ ഉണ്ടാവില്ലേ, ഞാൻ സ്ലിപ്പായി വീഴുമെന്നുള്ള പേടി കൊണ്ട് ആ പതുക്കം നടക്കാൻ പറയുന്നതല്ലേ എന്ന് രേവതി ചോദിച്ചപ്പോൾ വാ വന്ന് വണ്ടേ കയറാൻ പറഞ്ഞു സച്ചി. അങ്ങനെ പതുക്കെ പിടിച്ച് ഞാൻ ചെരുപ്പ് എന്നിട്ട് സച്ചേട്ടാ, അങ്ങനെ സച്ചി എന്നിട്ട് ഇങ്ങനെ രണ്ട് തോളയിലൊക്കെ പിടിച്ച് പതുക്കെ മെല്ലെ നടക്കുന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ നടത്തിച്ച് വണ്ടിയെ കൊണ്ടേ കയറ്റാൻ നടന്നു. ഒന്ന് വിട്ട സച്ചേട്ടാ, വീട്ടിലുള്ളവർ കണ്ടാൽ എന്ത് വിചാരിക്കുമെന്ന് ചോദിച്ചു. അവരെന്ത് വേണമെങ്കിലും കരുതിക്കൂടെ, നീ കാറിലേക്ക് കയറിക്കുക, വന്ന് കയറി ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് സച്ചി രേവതിയെ വണ്ടിയിൽ കയറ്റിയിരുത്തി കാൽ വരെ എടുത്ത് വെച്ച് കൊടുക്കുന്നു. കാല് നീട്ടി വെച്ചോ, ഇങ്ങനെയൊന്നും വെക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര സ്നേഹം. സീറ്റ് ബെൽറ്റ് ഇടാൻ നോക്കിയപ്പോൾ അയ്യോ നീ ഇടണം, ഞാനിടാവേ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി തന്നെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടുന്നു. അതൊന്നും എനിക്ക് സീറ്റ് ബെൽറ്റ് ഇടാൻ അറിഞ്ഞുകൊണ്ട് സച്ചേട്ടാ, ശ്രദ്ധിക്കണം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി. അങ്ങനെ രേവതി സീറ്റ് ബെൽറ്റ് ഇട്ടു. സച്ചി ഇപ്പുറം വന്നിരുന്നു. അയ്യോ ഭയങ്കര സന്തോഷം സച്ചിക്ക്. സച്ചി ഇങ്ങനെ രേവതിയെ തന്നെ ഇങ്ങനെ ഒരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നോക്കുന്നു. ഇതേ ആവശ്യമില്ലാതെ ചിന്തിച്ച് ടെൻഷനൊന്നും കൂട്ടരുത് കേട്ടോ, പറയാട്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പം എന്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ ഓരോന്നിരുന്ന് കാണിക്കും. എന്താ സച്ചേട്ടാന്ന് ചോദിച്ചു. ഒന്നുമില്ല. അങ്ങനെ അവർ രണ്ടുപേരും വീട്ടിൽ നിന്ന് ഇങ്ങനെ പോരുവാണ്. സച്ചി അന്നേരം രേവതിയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കണം. അപ്പം സച്ചിൻ്റെ എന്തെന്ന് വണ്ടി സ്പീഡ് കുറച്ച് ഓടിക്കുന്നേ. അപ്പം എന്നും പറപ്പിച്ച് വിടുന്ന ആളാണല്ലോ, ഇന്നെന്താ ഇങ്ങനെ? അത് പിന്നെ എന്തുകൊണ്ടാണ് വേഗത കുറച്ച് ഓടിക്കുന്നത് നിനക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു. അപ്പോൾ എന്താ കാരണം? എനിക്കറിയില്ല എന്ന് രേവതി പറഞ്ഞു. കൊച്ചു കള്ളിയോളൊന്നും പറയുന്നില്ല, എന്തൊരു അഭിനയം അവൾക്ക്, ഒന്നും അറിയില്ല പോലും എന്നും പറഞ്ഞ് പാവം സച്ചി ഇതൊക്കെ സ്വപ്നം കണ്ടിങ്ങനെ പോവുക. അപ്പോൾ ഇത്രയും പതുക്കെ ഒന്നും പോകണ്ട, കുറച്ചുകൂടി സ്പീഡിൽ പോവാ സച്ചേട്ടാ എന്ന് പറയുമ്പം നമ്മുടെ സച്ചി എന്നും പറഞ്ഞ് കുറച്ചുകൂടെ സ്പീഡിൽ പോകണം. അങ്ങനെ രണ്ടുപേരും കൂടി പോകുമ്പം ഇനി എന്നോട് സ്പീഡ് കൂട്ടാൻ പറയരുത്, ഈ സ്പീഡിൽ പോകാനേ പറ്റുള്ളൂ കേട്ടോ എന്ന് സച്ചി രേവതിയോട് പറയുമ്പം എനിക്ക് വേറെ ഒരാളുടെ കാര്യം കൂടി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. വേറെ ആരുടെ കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് രേവതി ചോദിക്കുമ്പോൾ അങ്ങ് അഭിനയിക്കുക, ഒന്നും അറിയാത്ത ഭാവത്തിൽ നീ അങ്ങ് അഭിനയിക്കുക, എത്ര നാളിങ്ങനെ അഭിനയിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ വണ്ടിയിലിരിക്കുക. സച്ചേട്ടൻ പറയുന്നത് റോഡിലൂടെ നടന്നു പോകുന്നവരുടെ കാര്യമല്ലെന്നാണോ? അത് ശരിയാകട്ടോ, ഡ്രൈവ് ചെയ്യുമ്പോൾ അവരെ കൂടി ഒന്ന് ശ്രദ്ധിക്കണം, വേഗതയൊക്കെ കുറച്ച് പോയാൽ മതി കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ രേവതി ഇരിക്കുന്നു. പറഞ്ഞു സച്ചി ഒരു മൂളിലൊക്കെ മൂളിയിരിക്കുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി വർത്തമാനമൊക്കെ പറഞ്ഞ് വണ്ടിയിൽ ഇങ്ങനെ പോവുക. അങ്ങനെ നമ്മുടെ സച്ചി ഒരു പാട്ടിട്ടു. അപ്പോൾ പാട്ട് കേട്ടപ്പോൾ രേവതിക്ക് ഭയങ്കര ഇഷ്ടം. ഒരു താരാട്ട് പാട്ട് പോലത്തെ ഒരു പാട്ടായിരുന്നു. എന്ത് നല്ല പാട്ടല്ലേ സച്ചേട്ടാ, കുഞ്ഞുങ്ങളെയൊക്കെ ഉറക്കാൻ പറ്റിയ പാട്ടല്ലേ എന്ന് പറയുമ്പം നിനക്കേ താരാട്ട് പാടാൻ അറിയാവോ എന്ന് ചോദിച്ചു. അറിയാലോ, ഭാവിയിൽ ആവശ്യം വരും എന്നറിയാവുന്നത് കൊണ്ടേ ചെറുപ്പത്തിലേ ഞാൻ പഠിച്ചായിരുന്നു എന്ന് രേവതി പറയാം. അപ്പോൾ സച്ചി ഒന്ന് ചിരിച്ചു. സച്ചേട്ടൻ്റെ താരാട്ട് പാട്ടൊക്കെ പാടാൻ അറിയാവോ? എനിക്കതൊന്നും അറിയത്തില്ല. അയ്യേ, ഇതൊക്കെ പഠിക്കേണ്ടേ എൻ്റെ സച്ചേട്ടാ, ആവശ്യം വരും സച്ചേട്ടാ എന്ന് പറയുമ്പോൾ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞു നമ്മുടെ സച്ചി. ഞങ്ങൾ അമ്മമാർ കുഞ്ഞുങ്ങളെ മടിയിൽ കിടത്തി താരാട്ടൊക്കെ പാടി ഉറക്കും, നിങ്ങൾ അച്ഛന്മാർ കുഞ്ഞുങ്ങളെ നെഞ്ചിൽ കിടത്തി താരാട്ട് പാടി ഉറക്കണം. ഇതൊന്നും അറിയില്ല അല്ലേ സച്ചേട്ടന്? സച്ചി അന്നേരം ചിരിച്ചോണ്ട് ഇങ്ങനെ നോക്കുക. ഈ താരാട്ടുപാട്ടേ അമ്മയുടെ മാത്രം കുത്തകയൊന്നും അല്ല കേട്ടോ, അച്ഛനും പാടാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. സച്ചേട്ടനെ ഞാൻ പാടാൻ പഠിപ്പിക്കണമെന്ന് ചോദിക്കുമ്പം അങ്ങനെ നമ്മുടെ രേവതി പാട്ടൊക്കെ പാടി സച്ചിയെ കേൾപ്പിക്കുകയാണ്. അപ്പോൾ ഇത്രയും പഠിച്ചാൽ മതി, ബാക്കി അച്ഛനായതിനു ശേഷം ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. ഷോ എന്ന് പറഞ്ഞ് സച്ചി ഇങ്ങനെ ഇരിക്കാം. സച്ചി ഇരുന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ എന്താ സച്ചിയായിട്ട് ഇരുന്ന് ആലോചിക്കുന്നതെന്ന് ചോദിച്ചു രേവതി. ഒന്നുമില്ല എന്ന് പറഞ്ഞു സച്ചി. നമുക്ക് എത്ര കുട്ടികൾ വേണമെന്നാണ് സച്ചേട്ടൻ്റെ ആഗ്രഹം എന്ന് ചോദിക്കുമ്പം 2 കുട്ടികൾ. അത് ഒറ്റ പ്രസവത്തിൽ കിട്ടിയാൽ കുഴപ്പം വല്ലതും ഉണ്ടോ?
അയ്യോ എനിക്ക് ഒരു കുഴപ്പമില്ല, സന്തോഷമേ ഉള്ളൂ എന്ന് സച്ചി അന്നേരം രേവതിയോട് പറയണം. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ താരാട്ട് പാട്ടൊക്കെ കേട്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. പിന്നെ ദേ നമ്മുടെ രവിയേട്ടൻ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ അവിടെ സൈഡിൽ ഇരിക്കുക വിഷമിച്ച്. അപ്പോൾ രവിയേട്ടൻ ചോദിച്ചു, എന്താ ചന്ദ്രേ, നിന്റെ മുഖം കണ്ടിട്ട് ഒരു മനോവിഷമം ഉള്ള പോലെ തോന്നുന്നല്ലോ, നിങ്ങളുടെ കൂടെയല്ലേ കഴിയുന്നത്, മനോവിഷമം ഉണ്ടാണ്ടിരിക്കുമോ എന്ന് ചന്ദ്രമതി എന്തായാലും ചോദിക്കാം. രേവതി മോൾ ഇവിടെ ഇല്ലല്ലോ, പിന്നെ എന്താ ഇനിയിപ്പോൾ എന്നോടായിരിക്കും, ഞാനൊക്കെ ആരോടെങ്കിലും ഗുസ്തി പിടിച്ചേ പറ്റുള്ളൂ അല്ലേ ചന്ദ്രേ എന്ന് നമ്മുടെ രവിയേട്ടൻ ചോദിക്കുമ്പം ഞാനും കല്യാണം കഴിച്ചിരുന്നു, എന്താ കാര്യം? അപ്പോൾ നമ്മുടെ രവിയേട്ടൻ ഇങ്ങനെ നോക്കാം, നിനക്ക് പുലി പോലെ 3 ആൺമക്കളെ കിട്ടിയില്ലേ ചന്ദ്ര, അത് വലിയൊരു കാര്യമല്ലേ എന്ന് ചോദിച്ചു. വണ്ടി ഭ്രാന്തന്മാരെ കല്യാണം കഴിച്ച എല്ലാ പെണ്ണുങ്ങളുടെയും സ്ഥിതി ഇങ്ങനെ തന്നെയാണെന്ന് ചന്ദ്രമതി രവിയേട്ടനോട് പറയുന്നു. ഭാര്യയെക്കാളും അവരുടെ വണ്ടിയെ സ്നേഹിക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്നോടുള്ളതിനേക്കാളും സ്നേഹം KSRTC ബസ്സിനോടാണെന്ന് ചന്ദ്ര പറയുമ്പോൾ, അല്ല എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ചോദിക്കാം, എന്താ നിന്റെ പ്രശ്നം? അപ്പം സച്ചിയുടെ രേവതിയുടെയും ഇഷ്ടവും സ്നേഹവും കണ്ട് കുശുമ്പ് കയറിയിട്ടുള്ള ഇരിപ്പാ അത്. അതെ, നിങ്ങൾ എന്നെ ഹണിമൂണിന് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടോ എന്ന് ചന്ദ്രമതി. ഊട്ടി പോകാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ലീവ് എടുക്കാൻ പറ്റില്ല എന്നല്ലേ നിങ്ങളന്ന് എന്നോട് പറഞ്ഞതെന്ന് ചന്ദ്ര ചോദിക്കുക. ഈ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് എത്ര കാലമായി ചന്ദ്ര, അതൊക്കെ ഇപ്പം പറയേണ്ട കാര്യമുണ്ടോ ചന്ദ്രേ? നിങ്ങൾക്ക് എൻ്റെ അടുത്തിരിക്കുന്നതിനേക്കാളും സന്തോഷം കിട്ടുന്നത് ബസ്സിലെ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുമ്പോഴാണെന്ന് ചന്ദ്ര പറയുമ്പോൾ, അത് നീ പറഞ്ഞത് ശരിയാ, ഞാൻ എന്നാലേ യൂണിയൻ ഓഫീസ് വരെ ഒന്ന് പോയിട്ട് വരാം, അല്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് പോകാൻ നോക്കുമ്പോൾ അങ്ങനെ അങ്ങ് ചാടിക്കയറി പോയാലോ, നിങ്ങൾ ഇവിടെ ഇരിക്കും ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നീ എന്നെ കൊല്ലാൻ തീരുമാനിച്ച് എന്നെ ഇറങ്ങിയിരിക്കുക അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതെ എന്ന് ചന്ദ്ര. പോട്ടെ, നിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ എന്നെ കൂട്ടി നിങ്ങൾ സിനിമയ്ക്ക് പോയിട്ട് എത്ര വർഷമായി എന്ന് ചന്ദ്രമതി രവിയേട്ടനോട് ചോദിക്കുമ്പം, ഇതിപ്പോൾ കുറേ വർഷങ്ങളായി. നിങ്ങൾ എന്നെ കൂട്ടി ഷോപ്പിങ്ങിന് പോയിട്ട് എത്ര വർഷമായി? അതും കുറച്ചായി ചന്ദ്രൻ. അത് പോട്ടെ, ഒരു കോഫി ഷോപ്പിൽ കൂട്ടിക്കൊണ്ട് പോയി ഒരു കോഫി വാങ്ങിച്ച് തന്നിട്ട് കൊല്ലം എത്ര ആയെന്ന് ചോദിച്ചു. അതെനിക്ക് ഓർമ്മയില്ല, ഞാൻ എഴുതിയും വെച്ചിട്ടില്ല. അല്ല, അതൊക്കെ എന്തിനാ നീ ഇപ്പം ഇവിടെ കയറി ചോദിക്കുന്നത് ചന്ദ്രൻ? സുധിയും അവൻ്റെ ഭാര്യയും രാവിലെ തന്നെ ഒരുമിച്ച് പോകുന്നു, വൈകുന്നേരം ഒരുമിച്ച് വരുന്നു. അവർ ഷോപ്പിങ്ങിന് പോകുന്നു, ഒരുമിച്ച് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. പിന്നെ ശ്രീകാന്തും വർഷയും എപ്പോഴും ഒന്നിച്ച് പോകുന്നു, ഒന്നിച്ച് വരുന്നു, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒന്നിച്ച് കിടന്നുറങ്ങുന്നു. അപ്പം അതാണ് നിന്റെ പ്രശ്നം അല്ലേ? സച്ചി രേവതിയെ എന്നും തോളിൽ കയറ്റി നടക്കുകയാണെന്നൊക്കെ പറയുമ്പം, അവൻ അവളതിന് കാറ് കയറ്റിയില്ലേ കൊണ്ടുപോകുന്നത്? തമാശ വേണ്ട കേട്ടോ രവേട്ട, തമാശ വേണ്ട, ഞാൻ ആകെ വെന്തിരിക്കുക ഇവിടെ എന്നും പറഞ്ഞിങ്ങനെ. ഇന്നും 3 ആൺമക്കളും എപ്പോഴും ഭാര്യമാരുടെ ഒപ്പം അവർക്ക് വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളോ എനിക്ക് എന്തെങ്കിലും ചെയ്തു തരുന്നുണ്ട്? ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ തന്നെ ഇല്ലേ ചന്ദ്രേ? അപ്പോൾ എന്ത് കൂടെ ഉണ്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ മക്കളെ നോക്കി പഠിക്കുക. അതെ ദേവിയേട്ടാ എന്ന് പറഞ്ഞു വിളിച്ചു, നിങ്ങൾ എന്നെ സിനിമയ്ക്കൊന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടോ? ഷോപ്പിങ്ങിന് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടോ? ഓരോ റെസ്റ്റോറൻറ്റിൽ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ പരാതി പറയാം. കുറച്ച് മുൻപ് സച്ചി രേവതിയും കൂട്ടിക്കൊണ്ട് പുറത്തു പോയി. എനിക്കത് കണ്ടപ്പോൾ കൊതിയായി പോയെന്ന് നമ്മുടെ ചന്ദ്ര പറഞ്ഞു. അത് കേട്ടപ്പോൾ നിന്നെയും കൂട്ടി ഞാൻ പുറത്തേക്കൊന്ന് പോയ പ്രശ്നം തീരുമല്ലേ ചന്ദ്രേ? തൽക്കാലത്തേക്ക് അത് തീരുമെന്ന് പറഞ്ഞു. ശരി, എന്നാ പെട്ടെന്ന് റെഡിയാവാം, നമുക്ക് പുറത്തേക്ക് ഒന്ന് കറങ്ങി ഞമ്മൊക്കെ അടിച്ചിട്ട് വരാം, എന്താണെന്ന് ചോദിച്ചു. അയ്യോ, അപ്പോൾ ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ രണ്ടുപേരും കൂടി സന്തോഷമായിട്ട് പോകാൻ നോക്കുക. അങ്ങനെ ചന്ദ്രമതിയുടെ സന്തോഷം കണ്ട്, ഈ ചിരി ഞാൻ അവസാനമായി കണ്ടതേ വർഷങ്ങൾക്ക് മുമ്പാണെന്ന് രവിയേട്ടൻ ചന്ദ്രമതിയോട് പറഞ്ഞു. എന്നെയും കുഞ്ഞുങ്ങളെയും നെഞ്ചിലേറ്റി സ്നേഹിച്ചിരുന്ന സമയത്താണെന്ന് പറയുമ്പം, ഞാനിപ്പോൾ എന്താ സ്നേഹിക്കുന്നില്ലേ എന്ന് ചോദിച്ചു ചന്ദ്ര. സ്നേഹിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ പ്രകടിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ചന്ദ്രയ്ക്ക് ഭയങ്കര ചിരി. അങ്ങനെ രണ്ടുപേരും കൂടി ഭയങ്കര സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. അതെ, ഞാനൊരു ഉമ്മ വരട്ടെ എന്ന് നമ്മുടെ രവിയേട്ടൻ ചന്ദ്രമതിയോട് ചോദിക്കുമ്പോൾ, ഇപ്പോഴും ഒന്ന് ചന്ദ്ര ചോദിച്ചു. പിള്ളേരില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ഇച്ചിരി റൊമാൻസ് കൂടുന്നുണ്ടെന്നും ഞാൻ പോയി റെഡിയായിട്ട് വരാമെന്നും പറഞ്ഞു നമ്മുടെ ചന്ദ്ര. അപ്പോൾ എനിക്ക് മഷ്റൂം ബിരിയാണി വാങ്ങിച്ചു തരണം. ഞങ്ങൾക്ക് മഷ്റൂം ബിരിയാണി അല്ല, എന്ത് വേണമെങ്കിലും ഞാൻ ഉണ്ടാക്കിത്തരാം. അല്ല, ഞാൻ ചോദിച്ചത്. അപ്പോൾ ഒന്ന് പോ രവിയേട്ടാന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അങ്ങ് നിന്ന് അങ്ങോട്ട് ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ചിരിയും കളിയും ഒക്കെ ആയിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഞാൻ റെഡിയായിട്ട് വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ചന്ദ്രമതി അങ്ങ് പോയി കഴിഞ്ഞപ്പം ഇങ്ങനെ സന്തോഷത്തോടെ ഒരുമിച്ചിരിക്കുന്ന ചന്ദ്ര എപ്പോഴും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മുടെ രവിയേട്ടൻ മനസ്സിൽ ചിന്തിക്കുക. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാനായിരുന്നേനെ എന്നും നമ്മുടെ രവിയേട്ടൻ ഇങ്ങനെ മനസ്സിൽ പറയുക കേട്ടോ. ആണ്ടിലും ചങ്ങരാതിക്കൊക്കെ അല്ലേ ഇതുപോലെ ഒരെണ്ണം
ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കിട്ടുകയുള്ളൂ മുതലിന്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ രേവതിയും സച്ചിയും കൂടെ ഇങ്ങനെ വന്നിരിക്കുമോ ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ രേവതിയുടെ മുഖം ഇങ്ങനെ വല്ലാണ്ട് വലിഞ്ഞു കയറിയിരിക്കുന്നു. അപ്പോൾ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മസാല ദോശ വേണ്ട സച്ചിയേട്ടാന്ന് രേവതി പറഞ്ഞു. അപ്പോൾ ഓർഡർ ചെയ്തില്ല, ഇനിയിപ്പോൾ കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടാണ് സച്ചിയേട്ടൻ ഓർഡർ ചെയ്തത്. എനിക്ക് മസാല ദോശ വേണ്ട, പൂരി മസാല മതി എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു. പിന്നെ എന്തിനാ എനിക്ക് മസാല ദോശ ഞാൻ ഓർഡർ ചെയ്തതെന്ന് ചോദിച്ചു സച്ചിയോട് രേവതി. എനിക്കതാ മനസ്സിലാവാത്ത എന്നൊക്കെ പറയുമ്പോൾ സച്ചി ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക. അല്ല, സച്ചിനൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ആ മസാല ദോശ സച്ചിയേട്ടൻ കഴിച്ചു, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ കോഫി ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ, എനിക്കത് മതിയെന്ന് പറഞ്ഞു. മസാല ദോശയെ നിനക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്, നീ അത് കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ എന്തൊരു കഷ്ടം ഇത്. ഇതിപ്പോൾ കഴിച്ചാലേ ചിലരുടെ കഷ്ടപ്പാടൊക്കെ മാറും. എന്താ സച്ചേട്ടാ ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു നമ്മുടെ രേവതി. അപ്പോൾ അത് ചേട്ടാ ഈ മസാല ദോശ മാറ്റിയിട്ടേ എനിക്ക് പൂരി മസാല തരുമെന്ന് ചോദിച്ചു. അയ്യോ അതൊന്നും പറ്റത്തില്ല മേഡം എന്ന് പറഞ്ഞു. എന്നാലേ അത് അവിടെ കൊടുത്തേക്കാൻ പറഞ്ഞു. അയ്യോ അപ്പോൾ ഈ മസാല ദോശ അവിടെ വെച്ചേക്കാൻ പറഞ്ഞു. അപ്പോൾ കൊണ്ടുവന്ന ചേട്ടനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കൊണ്ടിരിക്കുക. അയ്യോ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കൊടുത്തേക്ക്, എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുമ്പം എവിടെ വെക്കണമെന്ന് നിങ്ങൾ ആദ്യം ഒന്ന് ഉറപ്പിക്കാൻ പറഞ്ഞു. അവിടെ വെക്കാൻ പറഞ്ഞു. അല്ല അവിടെ വെക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക രേവതിയും സച്ചിയും. ആ ചേട്ടനാണ് ഇതും പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കാം. എന്നാലേ ഇത് ടേബിളിൻ്റെ നടുവിൽ വെക്കാം, വേണ്ടവരെടുത്ത് കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അത് ടേബിളിൻ്റെ നടുവിൽ വെച്ചിട്ട് ആ ചേട്ടൻ അങ്ങ് പോയി. രേവതി ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.